أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തജ്വീദിൻ്റെ ഈ ഭാഗത്തിൽ സൂറ അൽ ഗാഷിയ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. ബിസ്മി ഓതുമ്പോൾ റ എന്നുള്ള അക്ഷരം ഇസ്തിഗ്ലാലിൻ്റെ രീതിയിൽ ഓതുക. റഹ്മാനിർ റഹീം. ഹൽ അതാക ഹദീസുൽ സ എന്ന് തന്നെ ഉച്ചരിക്കണം. ഗാഷിയ ഓയിന് ഇസ്തിഗ്ലാലിൻ്റെ അക്ഷരമാണ്. ഓ എന്ന് ഓതണം, ആ എന്ന് ഓതരുത്. അവസാനം താ വരുമ്പോൾ അവിടെ ആ താ സൈലൻ്റ് ആയിരിക്കും. ഗാഷിയ. വുജൂഹു യൗമഇദിൻ അവിടെ ഇദ്ഗാമാണ്. തൻവീനിനെ യാലേക്ക് ലയിപ്പിച്ച് മണിച്ച് ഇരട്ടിച്ചോദനം. വുജൂഹു യൗമഇദിൻ. യൗമഇദിൻ എന്നത് വ്യക്തമാക്കി പറയണം. അവിടെ മണിക്കാനൊന്നും പാടില്ല. ശേഷം വരുന്നത് ഹൽക്കിൻ്റെ അക്ഷരമാണ്. അപ്പോൾ അവിടെ ഇദ്ഹാറാണ്, വ്യക്തമാക്കി പറയണം. യൗമഇദിൻ ഖാശിയ. ഖാ ഇസ്തിഗ്ലാലിൻ്റെ അക്ഷരം, അവസാനത്തെ ത സൈലൻ്റ് ആയിരിക്കും. ഖാശിയ. ആമിലത്തുൻ നാസിബ. ഇവിടെയും ഇദ്ഗാമാണ് വരുന്നത്. തുൻ എന്നത് ന്യൂനിലേക്ക് ലയിപ്പിച്ച് മണിച്ച് ഓതണം. അവസാനത്തെ ത നേരത്തെ പറഞ്ഞതുപോലെ. ആമിലത്തുൻ നാസിബ തസ്ല നാറൻ. നാറൻ. റൻ എന്നതിന് ശേഷം റ ഇസ്തിഗ്ലാലിൻ്റെ രീതിയിൽ പറയാം. റൻ എന്നുള്ളത് വ്യക്തമാക്കി പറയണം. വീണ്ടും അവിടെയും ഹൽക്കിൻ്റെ അക്ഷരമാണ് വരുന്നത്. നാറൻ ഹാമിയ. തുസ്ഖാ മിൻ ഐനിൻ ആനിയ. തുസ്ഖ അവിടെ സീന് നമ്മൾ സുക്കൂന് പെട്ടെന്ന് പറയണം. ഖാ ഇസ്തിഗ്ലാലിൻ്റെ അക്ഷരം. മിൻ എന്നതും ഐനിൻ എന്നതും അവിടെയൊക്കെ നൂനിനും തൻവീനിന് വ്യക്തമാക്കണം. അതിന് ശേഷം വരുന്നത് ഐന് അലിഫൊക്കെ ഹൽക്കിൻ്റെ അക്ഷരങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ വ്യക്തമാക്കി പറയണം. തുസ്ഖാ മിൻ ഐനിൻ ആനിയ ലൈസ ലഹും ത്വആമുൻ. ത്വ ഇസ്തിഗ്ലാലിൻ്റെ രീതിയിൽ പറയണം. ത്വആമുൻ അവിടെ മീമിന് തൻവീനാണ്, അതും വ്യക്തമാക്കി പറയണം. ശേഷം അലിഫാണ്, ഹൽക്കിൻ്റെ അക്ഷരമാണ്. ത്വആമുൻ ഇല്ലാ മിൻ ളരീഅ. മിൻ എന്നുള്ളത് വ്യക്തമാക്കാതെ മണിച്ച് ഓതണം. കാരണം ശേഷം വരുന്നത് ഇഖ്ഫാവിൻ്റെ അക്ഷരങ്ങളാണ്. അപ്പോൾ അവിടെ നൂനിനെ വ്യക്തമാക്കാതെ, നൂനാണെന്ന് തോന്നാത്ത രീതിയിൽ വേണം ഓതാൻ. മിൻ ളരീഅ. ലാ യുസ്മിനു പെട്ടെന്ന് പറയാ സുക്കൂന്. യുസ്മിനു. വലാ യുഗ്നി. യുഗ്നി അവിടെയും പെട്ടെന്ന് നമ്മൾ ഉച്ചരിക്കണം. തറപ്പിച്ച് പറയാൻ പാടില്ല. മിൻ ജൂ. അവിടെ നൂനിനെയും വ്യക്തമാക്കാതെ മണിച്ചോദനം. മിൻ ജൂ. വുജൂഹു അവിടെയും ഇദ്ഗാമാണ്, അതിലേക്ക് ലയിപ്പിച്ച് മണിച്ചോദനം. വുജൂഹു യൗമഇദിൻ നാഇമ. യൗമഇദിൻ അവിടെയും അങ്ങനെ തന്നെയാണ്, അത് വ്യക്തമാക്കി പറയാൻ പാടില്ല. യൗമഇദിൻ നാഇമ ലിസഅയിഹാ റാദിയ. റോ ഇസ്തിഗ്ലാലിൻ്റെ രീതിയിൽ പറയാം. റാദിയ. ഫീ ജന്ന. നൂനിന് ശബ്ദ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മണിച്ചു ഓതണം അല്ലേ. ഫീ ജന്നത്തിൻ. തിൻ എന്നുള്ളത് വ്യക്തമാക്കി പറയണം. ശേഷം ഹൽക്കിൻ്റെ അക്ഷരമാണ്, ഐനാണ്. ജന്നത്തിൻ ആലിയ. ലാ തസ്മഉ
പെട്ടെന്ന് പറയാ സുക്കൂന്. തസ് അങ്ങനെ തറപ്പിച്ച് പറയാൻ പാടില്ല. തസ്മഉ. ഫീഹാ ലാഗിയ. ഫീഹാ ഐനുൻ ജാരിയ. ഐനുൻ, നുൻ എന്ന് വ്യക്തമാക്കാൻ പാടില്ല. അവിടെ ഇഖ്ഫാവിൻ്റെ അക്ഷരങ്ങളാണ് വരുന്നത്. ഐനുൻ ജാരിയ. ജാരിയ എന്ന് കഴിഞ്ഞതിന് ശേഷം ഒരു മീം നമുക്ക് കാണാം. അത് വഖഫ് ലാസിമാണ്. അവിടെ നമ്മൾ നിർബന്ധമായിട്ട് നിർത്തണം. അത് കൂട്ടിയിട്ട് ജാരിയത്തുൻ ഫീഹ എന്ന് ഓതാൻ പാടില്ല. അവിടെ നിർബന്ധമായിട്ട് നമ്മൾ നിർത്തി ഓതണം. ഫീഹ സുറുറും മർഫൂഅ. സുറുറുൻ, റുൻ എന്ന് തർപ്പിച്ച് വ്യക്തമാക്കി പറയാൻ പാടില്ല. ശേഷം വരുന്നത് മീമാണ്. അപ്പോൾ അതിലേക്ക് ലയിപ്പിച്ച് ഇരട്ടിച്ച് മണിച്ചോതുക. സുറുറും മർഫൂഅ. ഇത് ഈ സൂറത്തിൻ്റെ ഏകദേശം പകുതിയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി പകുതി അടുത്ത ഭാഗത്തിൽ